ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ സ്പിരിക്കൽ ഹാർമോണിക്സിനെ റൊട്ടേഷൻ മെട്രിസസ് ആയിട്ടാണ് കാണാൻ പോകുന്നത്. എങ്ങനെ സ്പിരിക്കൽ ഹാർമോണിക്സിനെ നമുക്ക് റൊട്ടേഷൻ മെട്രിസസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമ്മൾ ഒരു ഡയറക്ഷൻ ഐഗൺ ഗെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഡയറക്ഷൻ ഐഗൺ ഗെറ്റിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് എൻ കൊണ്ടാണ്. ഗെറ്റ് എന്നിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗെറ്റ് എൻ ഈക്വൽ ടു ഡി ആർ ഗെറ്റ് സെറ്റ്. ഇതിൽ ഡി ആർ എന്ന് പറയുന്ന ഒരു റൊട്ടേഷൻ ഓപ്പറേറ്ററും സെഡ് എന്ന് പറയുന്നത് ഗെറ്റ് സെഡ് എന്ന് പറയുന്നത് വേറൊരു ഐഗൺ ഗെറ്റുമാണ്. അത് സെഡ് ആക്സിസിലുള്ള. അപ്പം ഈ ഡി ആർ ഈ സെഡിൽ ആക്ട് ചെയ്യുമ്പം നമുക്ക് ഏത് ഡയറക്ഷനുള്ള ഐഗൺ ഗെറ്റിനും കിട്ടും. അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷന് വേണമെങ്കിൽ നമുക്ക് ഗെറ്റ് എന്നിന് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഗെറ്റ് എന്നിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂളർ ആംഗിൾസ് ചെയ്തതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വൈ ആക്സിസിൽ ഒരു തീറ്റ റൊട്ടേറ്റ് ചെയ്യും, പിന്നെ സെഡ് ആക്സിസിൽ ഒരു ഫൈ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേഷൻ ഓപ്പറേറ്റർ ഡി ആർ എന്ന് പറയുന്നത് നമ്മുടെ യൂളർ ആംഗിൾസിൽ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഡി ആർ ഈക്വൽ ടു ഡി ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഫൈയും ബീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. ആൻഡ് ഗാമ ഈക്വൽ ടു 0. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഇക്വേഷൻ 1, അതായത് ഗെറ്റ് എൻ ഈക്വൽ ടു ഡി ആർ സെറ്റ് ഗെറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ്നെസ് റിലേഷൻ കൊണ്ടുവരും. അപ്പോൾ കംപ്ലീറ്റ്നെസ് റിലേഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ ശരിക്കും വരുന്നത്. സോ റിസൾട്ട് ഇക്വേഷനായിട്ട് ഗെറ്റ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ ആൻഡ് എം ഡി ആർ ബ്രാ എൽ എം ഗെറ്റ് സെഡ് എന്ന് കിട്ടും. ഇപ്പോൾ കംപ്ലീറ്റ് ഓപ്പറേഷൻ്റെ ഈ റിസൾട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഡി ആർ ഗെറ്റ് എൽ എം എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എം ഡാഷ് ഡി എം ഡാഷ് എം എൽ ആർ ഗെറ്റ് എൽ എം ഡാഷ് ആണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഗെറ്റ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ എം എം ഡാഷ് ഡി എം ഡാഷ് എം എൽ ആർ ഗെറ്റ് എൽ എം ഡാഷ് എൽ എം ഗെറ്റ് സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് തന്നെ എന്ത് ചെയ്യണം? ഒരു ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാൻ പോകും. അതായത് നമ്മൾ ബ്രാ എൽ എം ഡാഷ് കൊണ്ട് നമ്മൾ നമ്മളുടെ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ബ്രാ എൽ എം ഡാഷ് ഗെറ്റ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ എം ഡി എം ഡാഷ് എം എൽ ആർ ബ്രാ എൽ എം ഗെറ്റ് സെഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ആണ് സ്പിരിക്കൽ ഹാർമോണിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രാ എൽ എം ഗെറ്റ് സെഡ് എന്ന് പറയുന്നത് ബൈ എൽ എം തീറ്റ ഈക്വൽ ടു 0 ഫൈ വാല്യൂ ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ വൈ എൽ എമ്മിന് എം നോട്ട് ഈക്വൽ ടു 0യിൽ വാല്യൂ ഇല്ല. അതായത് അവിടെ സ്പിരിക്കൽ ഹാർമോണിക്സിൻ്റെ വാനിഷ് ചെയ്യും, അവിടെ വാല്യൂസ് വാനിഷ് ചെയ്യും. അതിന് കണ്ടീഷനുണ്ട് തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0യിൽ സ്പിരിക്കൽ ഹാർമോണിക്സിന് അവിടെ വാല്യൂ ഇല്ല, എം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വൈ എൽ എം 0 ഫൈ ഈക്വൽ ടു 0 ആയിരിക്കും. അത് നമ്മുടെ സ്പിരിക്കൽ ഹാർമോണിക്സിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടീസിൽ നമുക്കത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ആകെ ഇതിന് വാല്യൂ ഉള്ളത് എം ഈക്വൽ ടു 0യിലാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അറ്റ് എം ഈക്വൽ ടു 0 value is non-zero and is given by
y L0 0 phi equal to root of 2L plus 1 4 pi. ഇതിൽ നമ്മൾ ഈ റിലേഷൻ അറിഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ റിലേഷൻ. സോ അതായത് നമ്മൾ ഫോർ m equal to 0യിൽ y 0 എന്ന് പറയുന്നത് root of 2L plus 1 by 4 pi PL cos theta ആണ്. നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പോൾ തീറ്റ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കോസ് തീറ്റ 1 ആയി. അപ്പം PL of 1 ഇനി ബാക്കിയുള്ളൂ. PL of 1 എന്ന് പറയുന്നത് 1 ആണ്. അവസാനം നമുക്ക് ആകെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് y L0 0 phi equal to root of 2L plus 1 by 4 pi. ഇനി നമ്മൾ ഒരു ക്രോണിക്കൽ ഡെൽറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു m equal to 0യിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. m not equal to 0യിൽ ഇതിന് വാല്യൂ ഇല്ല. നമ്മൾ ഈ ഒരു ക്രോണിക്കൽ ഡെൽറ്റ സിമ്പിളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനെ തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യം നേരത്തെ കണ്ടായിരുന്നു ബ്രാ എല്ലാം സെഡിനെയാണ് നമ്മൾ വൈൻ്റെ ടേംസിൽ എഴുതി, അതായത് സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഇതിൽ എഴുതി. അപ്പം ഈക്വൽ ടു y എല്ലാം തീറ്റ ഫൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 2L plus 1 by 4 pi ക്രോണിക്കൽ ഡെൽറ്റ m0. ഇനി നമ്മുടെ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 2ലോട്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇക്വേഷൻ 2 എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ലോട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ആ വാല്യൂ ഒന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ y എല്ലാം തീറ്റ ഫൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 2L plus 1 by 4 pi dm0 എന്ന് കിട്ടും. അത് അതിൻ്റേതായ ഇൻഡിസസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇതിൻ്റെ വാല്യൂ മതി. അപ്പോൾ dm0 L ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ dm0 L ഈക്വൽ ടു റൂട്ട് ഓഫ് 4 pi by 2L plus 1 y എല്ലാം തീറ്റ ഫൈ കിട്ടും. സോ ഈ ഒരു ഇക്വേഷനാണ് എനിക്ക് വേണ്ട ഇക്വേഷൻ. അതായത് നമ്മുടെ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ രൂപത്തിലാണ് ഇതിപ്പം റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു മെട്രിക്സാണ്. ഈ മെട്രിക്സിനെ സ്ഫെറിക്കൽ ഹാർമോണിക്സിലെ നമ്മുടെ ഫംഗ്ഷനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തേക്കുവാണ് ഇല്ല. ഇതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് m0 ആകുമ്പോൾ, അതായത് ഇതിൻ്റെ അകത്തുള്ള m0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പം d00L ഈക്വൽ ടു റൂട്ട് ഓഫ് 4 pi by 2L plus 1 y L0 തീറ്റ ഫൈ എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതിതായിരുന്നു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ എന്ത് സംഭവിക്കാം? ഇതും കട്ടാകും. ബാക്കിയാകെ ഇതേ ഉണ്ടാവും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. d00L ബീറ്റ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു PL cos theta. സോ ഇതൊരു സ്പെഷ്യൽ കേസ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.